ആർ ശ്രീകണ്ഠൻ നായർ നമുക്കൊപ്പം ചേരുമ്പോൾ SKN സൈബർ ആക്രമണങ്ങളും വ്യക്തിഹത്യകളും പ്രമുഖർക്കെതിരെ ഉണ്ടായാൽ പോലും അത് ശരിയായ നടപടിയോ തുടർ നടപടികളോ ഒന്നും ഉണ്ടാകാറില്ല. ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് നീണ്ടുപോകുന്നതുകൊണ്ട് ആരും കടക്കാറുമില്ല. അപ്പോൾ അതേസമയത്ത് ഒരു സ്ത്രീ പറയുകയാണ് ഇതെല്ലാ സ്ത്രീകൾക്കും വേണ്ടിയും ഞാനൊരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ളത്. ഏത് രീതിയിൽ കാണുന്നു? ഇതുണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ പരാതി കൊടുക്കാനൊക്കെ ആളുകൾക്ക് ഒരുപാട് അവസരം കേരളത്തിലുണ്ടെങ്കിൽ പോലും സൈബറിൽ പോകുന്ന പല പരാതികളും പരിഹരിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചു വേണം പരാതിയുമായി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പം ഇതിനകത്തുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒരു പ്രതിപത്തിയില്ലായ്മ ഒരാൾക്ക് തോന്നിയാൽ അത് സംഘം ചേർന്ന് ആക്രമിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു സാധാരണ പതിവാണ്. അപ്പോൾ ഒരാളെ തകർക്കാൻ ഒരു വഴിയില്ലെങ്കിൽ അയാളുടെ പത്നി, അയാളുടെ കുടുംബം, അയാളുമായിട്ട് ബന്ധമുള്ള ആളുകൾ, ഇവരെയെല്ലാം നല്ല അശ്ലീലം കലർന്ന വാക്കുകളിലൂടെ ഉപയോഗിക്കുക. ഇപ്പം അടുത്ത കാലത്തായിട്ട് ഒരു കായംകുളത്ത് ഒരു MLA-യുടെ മകൻ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ 24 വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ അതിന്റെ പിന്നാലെ ഈ കുറെ പോരാളികൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഇവർക്ക് വേണ്ടി സമയം കളയണോ, ഈ പന്നിക്കൂട്ടം നമ്മളെ ആക്രമിക്കാൻ വന്നാൽ എന്തിനാണ് ഇവർക്കെതിരെ നമ്മൾ നേരിടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമ്മൾ അതുകൊണ്ട് പലതും അവഗണിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ വാർത്ത കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും, മനോരമ ന്യൂസും ന്യൂസ് 18 ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് ക്യാരി ചെയ്തിരുന്നു. എന്നാൽ അവരെ ഒന്നും വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ഇവർ ശ്രമിച്ചു കണ്ടില്ല. എന്നാൽ എന്നെയും എന്റെ കുടുംബത്തെയും ഒരുപാട് ആക്രമിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഭാവിയിൽ കേരളത്തിൽ നമുക്ക് ഒരാൾക്കെതിരായിട്ടൊരു വാർത്ത കൊടുക്കാൻ പറ്റില്ല. വാർത്ത എത്ര സത്യമാണെങ്കിലും സംഘടിതമായിട്ട് ചില പാർട്ടിക്കാര്, ചില ആളുകളെ, അതിനകത്ത് പോരാളിമാരൊക്കെ ഉണ്ട്, ഈ പോരാളിമാരെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്, ഇപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ ഒരു പോരാളി ഇറങ്ങിയിരുന്നു. അപ്പൊ ഈ പോരാളി അന്വേഷിച്ച് നമ്മുടെ ക്യാമറ സംഘം അവിടെ എത്തിയിരുന്നു. അയാൾ എന്തായാലും ഇത് പറഞ്ഞല്ലേ, അപ്പൊ അയാൾ പറയുന്ന കാര്യം എടുത്ത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാമെന്ന് കരുതി എന്റെ കുടുംബത്തെ ആക്രമിച്ചതും അശ്ലീല വാക്കുകൾ പറഞ്ഞതും ചോദിച്ചു ചെന്നപ്പോൾ അയാൾ പറഞ്ഞു അയാളിതൊന്നും അത്രയും സീരിയസ് ആയിട്ട് കാണുന്നില്ല. അയാൾ അപ്പൊ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ സീരിയസ് ആയിട്ട് കാണുന്നില്ല, ഒരാളിന്റെ കുടുംബത്തെ ആക്രമിക്കുമ്പോൾ അത് സീരിയസ് ആയിട്ട് കാണുന്നില്ല. എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ഇപ്പോ ഞാൻ ഇതിനകത്ത് 24-ഉം ഞാനും ഒരു പോരാട്ടം നടത്താൻ തീരുമാനിക്കുകയും ഈ സൈബർ പോരാളികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, ചില ആൾക്കാർക്ക് പാർട്ടിയുടെ പിൻബലമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മുടെ വിഷയമല്ല. ഒരാളെ അധിക്ഷേപിച്ചാൽ അയാൾക്ക് നിയമപരമായ നടപടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഏതാണ്ട് ഒരു കുറെ അധികം കേസുകൾ, ഏതാണ്ട് 20-22 ആൾക്കാരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതിൽ 6-7 കേസുകൾ നമ്മൾ സൈബർ പെറ്റീഷനായിട്ട് കൊടുത്തു കഴിഞ്ഞു. അതിൽ ചില ആളുകൾക്കെതിരായിട്ട് സൈബർ ഡിപ്പാർട്ട്മെന്റ് FIR ഇട്ട് കഴിഞ്ഞു. മാത്രമല്ല വിദേശത്ത് ഇപ്പൊ ഖത്തറിൽ നിന്ന് 2 മലയാളികൾ ശരിക്കും വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ ആക്ഷേപിക്കുന്ന സംഭവം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതിന്റെ പിന്നാലെ ചെന്നപ്പോ അവര് പറയുന്നത് എന്റെ പാർട്ടിയെ ആക്രമിച്ചു, അതുകൊണ്ട് ഞാൻ വിദേശ നാട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. അപ്പൊ ഇതിനകത്ത് വിദേശ നാടുകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അറിയാതെ പോകുന്നു, ചിലരെങ്കിലും അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നിയമത്തിന്റെ വഴി തേടി പോരാടാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര വിദേശത്തായാലും പിടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ബാക്കിയുണ്ട്. പക്ഷേ ഏത് സൈബർ കൂട്ടങ്ങളും രാഷ്ട്രീയം പറയുകയാണെന്ന് പറഞ്ഞിട്ട് വ്യക്തിഹത്യ നിരന്തരം ചെയ്താലും ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇതിലൊരു പങ്കില്ല, ഇതൊന്നും ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ പറയാറുള്ളത്. രാഷ്ട്രീയ പ്രസ്ഥാനവും യഥാർത്ഥത്തിൽ ഇവരെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്, പല രാഷ്ട്രീയ കക്ഷികളും ഇവരെ പരോക്ഷമായിട്ടോ അതല്ലാത്ത രീതിയിലോ ഒക്കെ പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ ഒരു മൗനമായ പിന്തുണയുണ്ട്. എന്നാൽ ഇവർ പറയുന്നതൊക്കെ തെറിയും അശ്ലീല പദങ്ങളും ആയതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനത്തിന് പ്രത്യക്ഷമായിട്ട് ഇറങ്ങി പറയാൻ പറ്റത്തില്ല ഞങ്ങൾ അവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില രാഷ്ട്രീയ കക്ഷികൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇത്തരം സൈബർ പോരാളികളെ സംരക്ഷിക്കുന്നു എന്നത് പകൽ പോലെ സത്യമാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ അരിയാഹാരം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാകും. മാത്രമല്ല ഒരു കാര്യം സത്യമാണ്, ഈ സൈബർ പോരാളികളെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം അവരുടെ കയ്യിലിരിക്കുന്നത് അത്ര നെറികേടാണ്. ഈ നെറികെട്ടവന്മാരെ എങ്ങനെയാണ് ഒരു കക്ഷി രാഷ്ട്രീയക്കാരന് സംരക്ഷിക്കാൻ കഴിയുക? മാത്രമല്ല അവർ ജനമധ്യത്തിൽ പരിഹാസ കഥാപാത്രങ്ങളാവുക സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ. മാത്രമല്ല എനിക്ക് ഈ രാഷ്ട്രീയ കക്ഷിയോട് പറയാനുള്ള റിക്വസ്റ്റ് എന്താണെന്നറിയാമോ, ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികളെ കുറിച്ച് ഈ പ്രത്യക്ഷമായി എതിർത്ത് അഭിപ്രായം പറയേണ്ടത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ജനാധിപത്യ ശക്തിയുടെ, ജനാധിപത്യ സംവിധാനത്തിന്റെ ജീവരക്തമാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കക്ഷി രാഷ്ട്രീയക്കാർ വേണം ആദ്യം അവരെ തള്ളി പറയാൻ. അപ്പൊ എന്തായാലും അവർ തള്ളി പറഞ്ഞോ ഇല്ല അതൊക്കെ അവരുടെ പ്രശ്നം. പക്ഷേ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, വ്യക്തിപരമായി വീട്ടിലിരിക്കുന്ന ആളുകളെയൊക്കെ അധിക്ഷേപം നടത്തുകയും വളരെ വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിച്ച് ആളുകളോട് അടരാടാൻ ചെയ്യാൻ തീരുമാനിക്കുന്ന സൈബർ ഇടങ്ങളിലെ പോരാളികളെ
ഒരു സാമൂഹ്യ വിരുദ്ധ ശക്തി എന്ന് കണ്ട് തന്നെ നമ്മൾ ചെറുക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തും നമ്മൾ ചെയ്യും. അതുപോലെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി സൈബർ ഇടങ്ങളിൽ ഒരുപാട് അക്രമങ്ങൾ നേരിടേണ്ടി വന്ന ബലിയാടുകളെ തീർച്ചയായിട്ടും വളരെയധികം നന്ദി. 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് പ്രതികരിച്ചത്.